വഴുതി റെയിൽവേ ട്രാക്കിലേക്ക് വീണ മധ്യവയസ്കന് രക്ഷയായത് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നടന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ സുനിൽ കുമാറാണ് മധ്യവയസ്കനെ രക്ഷിച്ചത്. എന്താ ചേട്ടാ? വഞ്ചനാട് എക്സ്പ്രസ് എതിർദിശയിൽ നിന്നും കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ ട്രാക്കിലേക്ക് വഴുതി വീഴുന്നതും. ഇത് ശ്രദ്ധയിൽപ്പെട്ട സുനിൽകുമാർ ആകട്ടെ ഉടൻ തന്നെ ഓടി അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും ട്രെയിൻ പൂർണ്ണമായും ഓടി മാറിയതിനു ശേഷം അയാളെ സാഹസികമായി ട്രാക്കിനോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. പിന്നീട് ട്രെയിൻ പൂർണ്ണമായും ഓടി മാറിയതിനു ശേഷമാണ് ഇയാളെ രക്ഷപ്പെടുത്തുന്നതും. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രൻ ചേരുകയാണ്. നമസ്കാരം. മദ്യം കഴിച്ചുകൊണ്ടോ മദ്യം ഉപയോഗിക്കാനോ നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ഇന്ത്യൻ റെയിൽവേയിൽ അത് നിയമവിരുദ്ധമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവം. ഒരു യുവാവ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും കയറാതെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കയറുകയും അതിൽ നിന്ന് കാൽ വഴുതി താഴെ വീഴുകയും ആകേണ്ട വ്യക്തിയെ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്തിയാണ് നമ്മുടെ കൊല്ലത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനായ സുനിൽകുമാർ. ഇപ്പോൾ നമുക്കറിയാം, സമൂഹത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ആപത്ഘട്ടത്തിൽ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കയറുന്ന എത്ര വട്ടം പറഞ്ഞാലും ആരും കേൾക്കാറില്ല. അങ്ങനെ അപകടം നിരവധിയുണ്ട്. അത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സമയത്താണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വന്നത്. അങ്ങനെ ഇത്തരത്തിൽ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ റെയിൽവേയുടെ കവാടങ്ങളിലെല്ലാം ഇനി വെറുത്ത അനലൈസർ വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളെല്ലാം യാത്ര ചെയ്യാൻ നിരവധി യാത്രക്കാർ റെയിൽവേ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ്, സുരക്ഷിതമായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഉദാസീനമായിട്ട് ജനങ്ങളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും ഇത്തരം അപകടം വന്നു കഴിഞ്ഞാൽ റെയിൽവേക്ക് കർശനമായ നടപടികൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടും റെയിൽവേയിൽ യാത്ര ചെയ്യാതിരിക്കുക. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ, അദ്ദേഹം നമ്മൾ ആ ട്രെയിനിൽ നിന്ന് പിടിച്ചു മാറ്റാൻ എന്തുമാത്രം ശ്രമം നടക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കൂടി കാണാം. അദ്ദേഹത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിരുന്ന യാത്രക്കാരായ പലരുമാണ് ആ അപകടം കണ്ട് അവർ വീഡിയോ ചിത്രീകരിച്ച വീഡിയോ ആണ് നമുക്കിതിൽ കൂടി കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടായ സംഭവം എങ്ങനെയായിരുന്നു? അത് ഇന്നലെ എനിക്ക് കോഷൻ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് കയറുന്നത്, അപ്പം വൈകുന്നേരം 8 മണിക്കാണ് ഡ്യൂട്ടി. അങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊരു 15 മിനിറ്റ് മുമ്പാണ്, ഏകദേശം 7:45 7:50 അപ്പം വഞ്ചനാട് വന്ന് പോയതിന് സമയത്ത് പുള്ളിക്കാരൻ ഞാൻ ഓഫ് സൈഡിൽ വന്നു. എൻ്റെ കോഷനെ കൊടുത്ത് ഓഫ് സൈഡിൽ വന്നപ്പോഴത്തേന് പുള്ളിക്കാരൻ അതിനകത്ത് വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. അകത്തോട്ട് കയറാൻ അപ്പോൾ വണ്ടി വിട്ടപ്പോഴാണ് പുള്ളിക്കാരൻ ചാടി കയറാൻ പോയത്. അതുവരെ ഇപ്പം നിന്ന ആൾ പെട്ടെന്ന് ചാടി കയറാൻ നോക്കിയപ്പോഴത്തേന് പുള്ളിക്കാരൻ താഴെ വീഴുകയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നതിൻ്റെ ശ്രദ്ധയപ്പെടുകയും പുള്ളിക്കാരൻ വളരെ അപകട തലത്തിലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി പുള്ളിക്കാരനെ വലിച്ച് കാലിലിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യിൽ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നത്. അപ്പം വണ്ടി പോകുന്നവരെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരനെ അങ്ങനെ വെച്ചിരുന്ന് പുള്ളിക്കാരനെ ഞാൻ പൂർണ്ണമായും വണ്ടി പോകുന്നവരെ വെച്ചതിന് ശേഷമാണ് പുള്ളിക്കാരനെ പുറത്തുനിന്നത്. പക്ഷേ സഹായത്താൽ പുള്ളിക്കാരനെ ഒരു ആപത്തോ ഒന്നും പറ്റില്ല, ഒരു പരിക്കുപോലും ഇല്ലാതെ പുള്ളിക്കാരനെ റിലീവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിനെല്ലാം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേഷനിലെ നമുക്കൊരു മോട്ടോയുണ്ട്. നമ്മുടെ ഓണർ ആരാണെന്ന് നമ്മളോട് ചോദിക്കുമ്പം നമുക്ക് റെയിൽവേയുടെ ഒരു രീതിയുണ്ട്. നമ്മുടെ ഓണർ എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സാണ് ഞങ്ങളുടെ ഓണർ. അപ്പോൾ നമുക്ക് അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും മെയിനായിട്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു എക്സർവീസ്മാൻ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മൾ ചാടി ഇറങ്ങിപ്പോവും. പക്ഷേ വളരെ റിസ്ക്കുള്ളൊരു ഇതായിരുന്നു അത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ പുള്ളിക്കാരനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഇപ്പം ഞാനല്ല, എൻ്റെ കൊല്ലത്തെ ഏത് സ്റ്റാഫായാലും ഈ പ്രവൃത്തിയാണ് ചെയ്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒരു പാസഞ്ചേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പം എൻ്റെ സ്റ്റാഫായാലും ഏത് സ്റ്റാഫ് ഇവിടെ ഇന്ത്യൻ റെയിൽവേയിലുള്ള ഏത് സ്റ്റാഫുകളായാലും പ്രത്യേകിച്ച് കൊല്ലത്തെ സ്റ്റാഫുകൾക്ക് നമുക്ക് കൗൺസിലുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ തരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയാണ് നമുക്ക് ഫസ്റ്റായിട്ട് മെയിനായിട്ട് നോക്കേണ്ടത്. എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? പുള്ളിക്കാരന് സ്വല്പം ഡ്രങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായത്. കാരണം വെച്ചാൽ ഒരു ബോധത്തിലുള്ള ഒരാളെയാണെങ്കിൽ നമുക്ക് പിടിച്ച് സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ
ഞാൻ വളരെയധികം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ പോലും അകത്തോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി. ഒരു ഉള്ളിലൊരു ഭയം വന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ അതിനെ തരണം ചെയ്ത് പുള്ളിക്കാരനെ പിടിച്ചിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ കുതിർന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അറിയത്തില്ല, പുള്ളിക്കാരനെ ചെറിയൊരു അബ്നോർമലായി ആ സമയത്തേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന്. പക്ഷേ എനിക്ക് ആ പുള്ളിക്കാരനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഒരു ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നമസ്കാരം. ഇത്തരം ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന തന്നെ നമ്മുടെ ഒരു ഭാഗ്യമെന്ന് പറയാം. ഇതേമാതിരി മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് ഒരു ജോലിക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യാതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആ വരുന്ന ഓരോ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സുനിൽകുമാറിനെ പോലുള്ളവർ ശരിക്കും മുതൽക്കൂട്ടാണ് റെയിൽവേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്.